അപ്പോൾ വീണ്ടും ഒരു സൺഡേ ഇങ്ങ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വരുവാണേ. അപ്പോൾ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നല്ല ചൂടൊക്കെ തോന്നും. പക്ഷേ ജൂണായിട്ട് ഇവിടെ അത്രയ്ക്കങ്ങ് ചൂടായിട്ടില്ല. സാധാരണ ഈ സമയത്ത് ചൂട് വരേണ്ടതാണ് കേട്ടോ. അപ്പം പള്ളിയിൽ പോയി വന്നു ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണമല്ലോ. അപ്പം ഞാൻ ഈ ഇഡ്ഡലി ഉണ്ടല്ലോ, അതിന് വേണ്ടി ഞാനിവിടെ മാവ് നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടാണ് ഞാൻ പള്ളിയിൽ പോയത്. കാരണം തിരിച്ചു വരുമ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ പോകുമല്ലോ. അങ്ങനെ നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തേക്കാം. ഞാനത് ഉപ്പിടാതെയാണ് അരച്ച് വെച്ചിരുന്നത്. അപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇഡ്ഡലി തട്ടിനകത്ത് അതെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ സാധാരണ ഞങ്ങൾ വീക്കെൻഡിലാണ് കൂടുതൽ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത്. അല്ലാത്ത ദിവസം നമുക്ക് ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് അധികം ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതിനകത്ത് കുറച്ച് ഓയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ലെണ്ണയൊക്കെ തൂത്താൽ മതി. പക്ഷേ ഇതുപോലത്തെ സ്പ്രേ ഉള്ളതുകൊണ്ട് അത് എളുപ്പമാണ്. ഇത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മളിത് ഇഡ്ഡലി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി വേകുന്ന സമയത്ത് നമുക്കിതിനൊരു ചമ്മന്തി അരയ്ക്കാം. വളരെ എളുപ്പമുള്ളൊരു ചമ്മന്തിയാണ് ഞാനിതിനെ അരയ്ക്കുന്നത് കേട്ടോ. കുറച്ച് തേങ്ങ എടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഉള്ളിയും പിന്നെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് ഫ്രോസൺ സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ കിട്ടും. തേങ്ങയൊക്കെ ഇതുപോലെ ചിരണ്ടി കിട്ടും. അപ്പം നമ്മളിത് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് അത് കുറച്ച് ഉള്ളിയും ഒക്കെ ഇട്ട് അരച്ചെടുക്കുകയാണ്. അപ്പം ഞാനിത് ചൂടാക്കത്തില്ല കേട്ടോ. ഇത് അരച്ചിട്ട് അതിനകത്തായിട്ട് ജസ്റ്റ് കടുക് പൊട്ടിച്ച് ഇടത്തേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ അരച്ച് കഴിയുമ്പോൾ അന്നേരം ഇതങ്ങ് ക്ലീൻ ചെയ്തേക്കാൻ എനിക്ക് എളുപ്പമുണ്ടല്ലോ. അതുകൊണ്ട് അന്നേരം നമ്മൾ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നോക്കിയപ്പോഴത്തേനും ഇഡ്ഡലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി പൂ പോലത്തെ ഇഡ്ഡലിയാണ്. ഇഡ്ഡലി അവിടെ ഇരുന്ന് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറട്ടെ അല്ലേ. ആ സമയത്ത് നമുക്ക് ചമ്മന്തിക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഉണ്ട് ഇപ്പോഴും നല്ല കട്ടിയാണ്, തണുപ്പുള്ളതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. അതിൻ്റെ കൂട്ടത്തിൽ എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളിയും പിന്നെ കറിവേപ്പിലയും നമ്മുടെ ഉണക്കമുളക് ഉണ്ടല്ലോ അതുകൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കളറിന് വേണ്ടി ഒരു കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. അതിടുമ്പോഴത്തേനും നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തേക്കണം കേട്ടോ, അല്ലെങ്കിൽ അതെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മുടെ ചമ്മന്തിക്കകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. പിന്നെ ഉപ്പിടുന്ന കാര്യം മറന്നു പോകരുത് കേട്ടോ. അതുകൂടെ ചേർത്ത് നമുക്കൊരു 2-3 ഇഡ്ഡലിയൊക്കെ കഴിക്കാം. പലപ്പോഴല്ല കഴിക്കുന്നത്, അതുകൊണ്ട് ഒരു 3 തന്നെ അങ്ങ് കഴിച്ചേക്കാം അല്ലേ. അപ്പം നല്ല അടിപൊളി ഇഡ്ഡലി തന്നെയായിരുന്നു ഇതും. പിന്നെ നമുക്കൊരു കുറച്ച് കാപ്പിയും കൂടെയൊക്കെ കൂട്ടി നമുക്കൊന്ന് സൺഡേ നന്നായിട്ടൊന്ന് ആഘോഷിക്കാം. അപ്പോൾ ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കി നോക്കുക കേട്ടോ.